പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അതിരാവിലെ സമയമുള്ളതായ ഈ പ്രാർത്ഥന മീറ്റിംഗിൽ എനിക്കും ഇന്ന് പങ്കുകൊള്ളുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗ് നിയന്ത്രിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ വർഗീസ് ബേബി, ഈ പ്ലാറ്റ്ഫോമിലുള്ളതായ മറ്റ് ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം ഈ സമയം അറിയിക്കുന്നു. ഈ കാലയളവിൽ പ്രാർത്ഥനയുടെ അനിവാര്യത എത്രമാത്രം ശ്രേഷ്ഠമെന്ന് അറിഞ്ഞ് രാവിലെ തോറും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇന്ത്യയുടെ വലിയൊരു ഉണർവിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവഭൃത്യന്മാർ നേരിടുന്നതായ പ്രതിസന്ധികൾ ധാരാളമായിരിക്കുമ്പോൾ തന്നെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം അതാതിടങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കുന്നതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരവസരം ഒരുക്കി തന്ന കർത്തൃഭൃത്യൻ വർഗീസ് ബേബിയോടുള്ള നന്ദി അറിയിക്കുന്നു. കേൾവിക്കാരോടുള്ളതായ നന്ദി പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പലരാരും അറിയപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ് ഞാൻ. അധികം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ വിഷയം. എന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിഞ്ഞ ദിവസം ലഭിച്ച ആത്മീയ കൂട്ടായ്മ വളരെ സന്തോഷമായിരുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിൽ ഹല്ലേലൂയ ദൈവനാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ബാബേൽ പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകപ്പെട്ടതായ ഇസ്രയേലിയ ബാലന്മാരിൽ ഒരാളാണ് ദാനിയേൽ എന്ന് നമുക്കറിയാം. അവിടെ രാജസന്നിധിയിൽ പരിചരിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ടതായ ഈ ബാലന്മാരുടെ പേര് മാറി. അപ്പോൾ തന്നെ ദാനിയേലിന്റെ പേരും അവര് മാറ്റി ബെൽഷസ്സർ എന്നാക്കി. സാഹചര്യങ്ങളെല്ലാം അനുകൂലമല്ലാതെ ഇരിക്കുന്ന ഒരു കാലയളവ്. തന്റെ പേര് മാറ്റി, എന്നാൽ തന്റെ ഭക്ഷണ രീതിക്ക് മാറ്റം വരുത്തുവാൻ അവരെ താല്പര്യപ്പെട്ടപ്പോൾ അതിൽ താൻ സന്തുഷ്ടിയുള്ളവനായിരുന്നില്ല. രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും കഴിക്കുന്ന ആഹാരം കൊണ്ടൊന്നും ഞങ്ങളെ തന്നെ മലിനമാക്കുകയില്ല എന്ന് പറഞ്ഞ് വേർപാട് സൂക്ഷിച്ച് നിന്ന ഒരു ഭക്തനാണ് ദാനിയേൽ. മാത്രമല്ല ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേൽ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയിൽ വരുന്നത് നല്ല യൗവനയുക്തനായ ഒരു വ്യക്തിത്വമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ തന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അല്ലാതെ വേറൊരു തെറ്റും കുറ്റവും അവന്റെ ജീവിതത്തിൽ കണ്ടുപിടിക്കുവാൻ എതിരാളികൾക്ക് കഴിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നാം പ്രാരംഭ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ താൻ ഇപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയാല് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ പ്രാർത്ഥിക്കാതെ പോകുന്നതിനാൽ പലതും നമുക്ക് ലഭിക്കാതെ പോകുന്നു
എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. ഇന്ന് പ്രാർത്ഥനയെ കുറിച്ച് പ്രബന്ധം എഴുതുന്നവരുണ്ട്, പ്രാർത്ഥനയെ കുറിച്ച് വാതുരാതെ പറയുന്നവരുണ്ട്. എന്നാൽ ദൈവവചന വ്യവസ്ഥയ്ക്ക് അനുസരണമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരത്തിന്റെ പ്രദർശനം അതിശ്രേഷ്ഠമായി കാണുവാൻ ഇടയാകുന്നു എന്നുള്ളത് കഴിഞ്ഞ നാളുകളിൽ നാം കണ്ണാലെ കണ്ടിട്ടുള്ളതായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തനിക്ക് യെരൂശലേമിൽ പോയി ഒരു യാഗം അർപ്പിക്കുവാൻ സാധിക്കുന്നില്ല, ആരാധിക്കുവാൻ കഴിയുന്നില്ല. സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലം എങ്കിലും വാഗ്ദത്ത നാട്ടിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് അവൻ ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഈ ദിനചര്യയ്ക്ക് താൻ ഒരു വ്യത്യാസവും വരുത്തിയില്ല. ഒരുപാട് ജോലി തിരക്കുകളുള്ള ഒരു വ്യക്തിത്വമാണ് താനെന്ന് 6-ാം അധ്യായം 1 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജ്യവും അവനെ രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവൻ 3 അധ്യക്ഷന്മാരുള്ളതിൽ ഒരധ്യക്ഷനാണ്. അങ്ങനെ ശ്രേഷ്ഠമേറിയ ഒരു പദവി വഹിക്കുന്ന വ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ തന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ദിനചര്യയ്ക്ക് താൻ മാറ്റം വരുത്തിയിട്ടില്ല. ഇന്ന് ഈ രാവിലെ സമയം തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് ബന്ധപ്പാടുകൾ കാണാം. അതുപോലെ തന്നെ ഒരുപാട് സ്ഥാനമാനങ്ങൾ നിമിത്തമുള്ളതായ തിരക്കുകൾ കാണാം. എന്നാൽ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായി സമയം വേർതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ബലം ക്ഷയിക്കാം, നമ്മുടെ ആരോഗ്യ ബുദ്ധിശക്തി വേണ്ട നിലയിൽ വർക്ക് ചെയ്യാതെ വരാം. ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കരമാണ്. ദൈവം നമ്മെ നിയന്ത്രിക്കുന്നത് പോലെ ഓരോ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത്രയും പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ രാവിലെ കാണാൻ കഴിഞ്ഞു തന്നെ ഒരു ഭാഗ്യമേറിയ അവസ്ഥയാണ്. ഇപ്പോൾ വിവിധ നിലയിലുള്ളതായ പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് പാട്ടും പ്രസംഗവും ഒക്കെ ആയിട്ട് തീരുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവവുമായി സംസാരിക്കുന്നതാണ്. ഒരു ഭക്തന് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലുള്ളതായ സകല ആത്മീയ അനുഗ്രഹങ്ങളും തുറന്നെടുക്കുന്ന ഒരു വെള്ളി താക്കോലാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയപ്പെട്ടവരായി ഈ തലമുറയിൽ ജീവിപ്പാൻ ഹല്ലേലൂയ ഈ പ്രാർത്ഥന മുഖാന്തരം ഇടയായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരു യൗവനക്കാരനായി ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകപ്പെട്ടതായ ദാനിയേൽ ഇപ്പോൾ ഏതാണ്ട് 66 സംവത്സരം പിന്നിട്ടിരിക്കുകയാണ്. 66 സംവത്സരം പിന്നിട്ടിരിക്കുമ്പോൾ ഈ 3 നേരവും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യന് ഇപ്പോൾ 80 വയസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നാം അതാതിടങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിന്റെ അവശത നിമിത്തം വിവിധ നിലയിലാണ് നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ തന്റെ ദിനചര്യ വളരെ അനുഭവത്തിലാണ് കാണപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവം. അത് ദിവസം 3 പ്രാവശ്യം താൻ പ്രാർത്ഥിക്കുന്നതായിട്ട് തിരുവെഴുത്തിൽ നാം വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പ്രാർത്ഥന തന്നെ ദൈവമായിട്ടുള്ള അതീവ ബന്ധത്തിൽ നിലനിർത്തി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 6-ാം അധ്യായത്തിൽ മാത്രമല്ല താൻ പ്രാർത്ഥിക്കുന്നത്, പ്രതിസന്ധികൾ എപ്പോൾ നേരിടേണ്ടി വരുന്നോ ആ സമയമെല്ലാം താൻ മാത്രമല്ല തന്റെ സ്നേഹിതരോടുകൂടെ താൻ വിഷയങ്ങൾ ഹല്ലേലൂയ ഓർമ്മപ്പെടുത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രീതി തനിക്കുണ്ടായിരുന്നു. 2-ാം അധ്യായം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച്
സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ കാലത്തും ഭക്തന്മാർക്ക് ദൈവമക്കൾക്കെതിരായി പോരുകൾ വർദ്ധിച്ചു വന്നിട്ടുള്ളത് നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. രാജാവ് കണ്ടതായ സ്വപ്നം, അതിന്റെ അർത്ഥം, വ്യാഖ്യാനം എല്ലാം പറയുവാൻ മിസ്രൈമിലെ ബാബിലോണിലെ മന്ത്രവാദികളെയും ശകുനവാദികളെയും ഒക്കെ വിളിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞ കാര്യം വളരെ വിഷമമുള്ളതാകയാൽ സ്വപ്നം പറയുക, അർത്ഥം വ്യാഖ്യാനിക്കാം എന്ന് അവര് പറഞ്ഞെങ്കിൽ അത് രാജാവിന് ഇഷ്ടമാകാതിരുന്നതിനാൽ മന്ത്രവാദികളെയും ശകുനവാദികളെയും എല്ലാം കൊന്നുകളയുവാൻ തീരുമാനമെടുത്ത കൂട്ടത്തിൽ ആ ഗണത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും ഇസ്രായേലിയ ബാലന്മാരെയും കൊന്നുകളയുവാൻ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. നമുക്കെതിരായി എല്ലാ കാലത്തും ഹല്ലേലൂയ നമ്മെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, ഹല്ലേലൂയ ഭരണപക്ഷത്തു നിന്ന്, ജാതിക ഇടപെടലുകളിൽ നിന്ന് ഉണ്ടാകുന്നതായ പോരുകൾ നമ്മുടെ ജീവിതത്തിൽ അധികമായി വർദ്ധിക്കുമ്പോൾ ദൈവജനം ചെയ്യേണ്ടത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രണ്ടുപേർ ഐക്യമത്യത്തോട് പ്രാർത്ഥിച്ചാൽ പിതാപുത്രൻ മഹത്വപ്പെടേണ്ടതിന് സകലവും നമുക്ക് ചെയ്തു തരാം എന്നുള്ള വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ജനത്തിന് ഇടയാകട്ടെ. നാം വന്നിരിക്കുന്ന ഈ കാലയളവ് വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലയളവുകളാണ്. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന തന്റെ ഭക്തന്മാരെ ഇല്ലായ്മ ചെയ്യുവാനുള്ളതായ ക്രമീകരണങ്ങൾ ഹല്ലേലൂയ ശത്രു ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ ഭൂമിയിലെ അധിപതികൾ ഒരുമിച്ച് ചേർന്ന് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക എന്ന് പറഞ്ഞ് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ ദേശത്ത് എഴുന്നേൽക്കുമെങ്കിൽ അവരുടെ ശക്തിയെ മുഴുവൻ നിർവീര്യപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളത് ദൈവവചനത്തോട് ഞാൻ നിങ്ങളോട് രാവിലെ ആത്മാവിൽ പ്രസ്താവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന മുറിയിൽ ഹല്ലേലൂയ വലിയ ദർശനം ഉണ്ടാകാനിടയായി തീർന്നു. ഈ കാലയളവിൽ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവിക ദർശനമാണ്. ഹല്ലേലൂയ. മാനുഷികമായ ഒരു സഹായമല്ല നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. നമുക്ക് ഒരു MP-യോ MLA-യോ ഒരു മന്ത്രിയോ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ദൈവമക്കൾ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ് വന്നെത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. ആ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ഈ DPM പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഹല്ലേലൂയ വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ ദർശനമുള്ളവരായി, ദൈവിക വെളിപ്പാടുകളുള്ളവരായി ഹല്ലേലൂയ നമുക്കെതിരായി ഒരുക്കുന്നതായ ഹല്ലേലൂയ ആയുധങ്ങളൊക്കെ എന്താണെന്ന് ആത്മദൃഷ്ടിയാ കണ്ട് ഹല്ലേലൂയ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ഒരവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം പുരോഹിതനായിരുന്നതായ ഏലിയെ കുറിച്ചറിയാം. ഹല്ലേലൂയ. ദർശനമേറെ ഉണ്ടായിരുന്നില്ല, വചനമേറെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നടക്കുന്നത് ഹല്ലേലൂയ ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ ആരാധിക്കുന്ന, ബോധിച്ചതുപോലെ യാത്ര ചെയ്യുന്ന ഒരു കാലയളവിലേക്ക് വന്നെത്തിയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നും അതുപോലെ അവരവർക്ക് ബോധിക്കുന്നത് പോലെ ജീവിതചര്യകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ദർശനം പ്രാപിച്ച ദൈവദാസന്മാർ, ദൈവജനം എഴുന്നേൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ദർശനമേറെയില്ലായിരുന്നു ആ കാലത്തൊരിക്കൽ. 1-ാം വാക്യം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത്
യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ഇന്ന് നമുക്ക് കാണാം, എവിടെ ചെന്നാലും ഹല്ലേലൂയ, മിക്ക സഭകളിലും പാട്ട് തന്നെ പാട്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ദൈവവചനത്തിന് 10-15 മിനിറ്റ് കിട്ടിയാൽ അത് വേണ്ട നിലയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം. ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയാണ് ഹല്ലേലൂയ മനുഷ്യനെ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ അനുവദിക്കുന്നത്. റോമാലേഖനം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും. ഹല്ലേലൂയ, വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വചനത്തിൻ്റെതായ ശുശ്രൂഷ എല്ലാ മണ്ഡലങ്ങളിലും അധികമുണ്ടായിരിക്കേണ്ടത് ഹല്ലേലൂയ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പിതാക്കന്മാരുടെ കാലങ്ങളിൽ ഖണ്ഡന പ്രസംഗങ്ങളൊക്കെ നടന്നത് 2-3 മണിക്കൂറുകളാണ്. അത് അനേകരെ ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ദൈവാഭിമുഖമായി അവർ നിൽക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. ഈ കാലങ്ങളിൽ ദർശനമുള്ള ദൈവഭൃത്യന്മാർ, ദർശനമുള്ള ദൈവജനം എഴുന്നേൽക്കട്ടെ. പരിസരങ്ങളെ കണ്ടോ, സാഹചര്യങ്ങളെ കണ്ടോ പേടിക്കുന്ന ആളുകളെയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവർ ഈ പ്രതിസന്ധി വേളകളിൽ ഹല്ലേലൂയ അവരെ കൊന്നുകളയുമെന്ന് ഹല്ലേലൂയ ഡിക്ലറേഷൻ പുറപ്പെട്ടിരിക്കുമ്പോൾ വളരെ ധീരതയോടെ, ആത്മാർത്ഥതയോടെ, കുറ്റമില്ലാത്ത അനുഭവത്തിൽ വിശ്വസ്തയോടെ സഹോദരന്മാരോട് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഹല്ലേലൂയ രാജാവ് കണ്ടത് സ്വപ്നത്തെ കുറിച്ചും അതിന്റെ വ്യാഖ്യാനത്തെ കുറിച്ചും ഹല്ലേലൂയ ദാനിയേലിന് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ ഈ ദിവസങ്ങളിൽ 21-22 നൂറ്റാണ്ടിലും ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ദർശനങ്ങളാൽ തന്റെ ഭക്തന്മാരെ ഈ ദിവസങ്ങളിൽ നിറയ്ക്കുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരു 80 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ 3 പ്രാവശ്യം ഹല്ലേലൂയ വാഗ്ദത്ത നാടിന് നേരെ തന്റേതായിട്ടുള്ള ഹല്ലേലൂയ ജനല് തുറന്നിട്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. അത് യഹൂദന്റെ ഒരു പ്രാർത്ഥനാ രീതിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവർ ഏത് രാജ്യത്ത് പോയി പാർത്താലും യെരൂശലേമിന് നേരെ അവരുടെ കിളിവാതിൽ തുറന്നിടുന്നു. പുതിയ നിയമ ഭക്തന്മാരായ നമ്മുടെ ഹല്ലേലൂയ കിളിവാതിൽ തുറന്നിടുന്നത് സ്വർഗത്തിനു നേരെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവിൽ കല്ലേറ് കൊണ്ട് മരിക്കുവാൻ പോകുന്നതായ സ്തെഫാനോസ് മുട്ടുമടക്കി നിന്നുകൊണ്ട് പറയുന്നത്, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നതായി നാം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർക്ക് ഹല്ലേലൂയ ദൈവജനത്തിന് മീതെ സ്വർഗം തുറക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. പിതാവിനോട് കൂടെ പുത്രന് ഇരിക്കുന്നത് താൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനത്തെ കുറിച്ചൊക്കെ നല്ല വ്യാഖ്യാനമൊക്കെ കേട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് ഇവിടെ. എന്നാൽ ഇത് രാവിലെ സമയം ഹല്ലേലൂയ സ്വർഗം നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെന്നുള്ള ആ ഒരു പ്രത്യാശയും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മനിയന്ത്രണമുള്ള ഒരു ഭക്തനായിരുന്നു ദാനിയേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളൊക്കെ പ്രതിസന്ധി വേളകളിൽ ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കാമായിരുന്നോ, അങ്ങനെ പോയി പറയണമായിരുന്നോ ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. തനിക്കെതിരായിട്ട് ഒരു തെറ്റും കുറ്റവും കാണുവാൻ കഴിയാതിരുന്നപ്പോൾ 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നതായ ഒരു നിയമമോടെ മേദ്യരുടെയും പാർശ്യരുടെയും ഹല്ലേലൂയ മാറ്റമില്ലാത്ത ആ നിയമം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. രേഖ എഴുതപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനിയും തനിക്ക് നേരിടേണ്ടത് ഹല്ലേലൂയ രാജകീയമായ ശിക്ഷാ നിയമമാണ്. എന്നാൽ അതെന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്നും എനിക്കറിയാം. സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ടുകളയുന്ന ഒരനുഭവമാണ്. എന്നാൽ ഹല്ലേലൂയ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ഹല്ലേലൂയ താൻ പതിവ് പോലെ തന്റെ ജനലടയ്ക്കാൻ ഹല്ലേലൂയ തയ്യാറായി
തയ്യാറായില്ല. അതുപോലെ തന്നെ ശബ്ദം കുറച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. എതിരാളികൾ വന്ന് കാണട്ടെ, എന്റെ ജീവൻ ഇത് ഹല്ലേലൂയ അന്ത്യമായ ഒരു പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയോടുകൂടെ ഞാൻ സമാപിക്കട്ടെ എന്നുള്ള താല്പര്യത്തോടുകൂടെ ദിനം പ്രതി താൻ ചെയ്തു വന്ന ആ പ്രാർത്ഥനാ രീതി അങ്ങനെ തന്നെ തുടരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് പലരും പറയും ബുദ്ധിയോടെ ചെയ്യാൻ കഴിയാഞ്ഞത് എന്താണ്, അങ്ങനെ പോയി പിടിക്കപ്പെടണമായിരുന്നോ? ദൈവമക്കളെ, ദൈവം ഹല്ലേലൂയ സാഹചര്യം ഒരുക്കാതെ നമ്മളെ ശത്രുവിന് നമ്മെ തൊടുവാനായിട്ട് കഴിയുകയില്ല. നാം ഹല്ലേലൂയ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ സുദുഷ്ടനായ പിശാച് അവൻ ഹല്ലേലൂയ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു, എന്നാൽ അവനെ തൊടാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഹല്ലേലൂയ ഭക്തനായ യോബ്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, നമ്മുടെ മേൽ ദുഷ്ടൻ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറമായി ഹല്ലേലൂയ തങ്കലേഖാഗ്രഹീതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുമ്പോൾ ഇന്ന് അതാതിടങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് കരയുന്ന ദൈവഭക്തന്മാരെ കാണുന്ന ഒരു നല്ല കണ്ണുണ്ട്, അഗ്നിജാലയ്ക്കത്തുള്ള ഒരു കണ്ണുണ്ട്. ആ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ജീവിതം മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്കെതിരായി ഒരുപാട് രേഖകൾ ഈ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റേറ്റുകളിലും ആന്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാതെ രാവിലെ പ്രാർത്ഥന ആവശ്യം പറഞ്ഞല്ലോ, MP, UP എന്നീ പ്രദേശങ്ങളിൽ ആവശ്യമില്ലാതെ ദൈവഭക്തന്മാരെ, ദൈവജനത്തെ ഭീതിപ്പെടുത്തി അവരെ ഹല്ലേലൂയ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ ഭക്തന്മാരെ യാക്കോബും പത്രോസും ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ 2 അനുഭവങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രാർത്ഥന മനുഷ്യനായ ഈ യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. എന്നാൽ പത്രോസിനെ അവർ കാരാഗൃഹത്തിൽ കൊല്ലുവാൻ സൂക്ഷിച്ചു വരുമ്പോഴാണല്ലോ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുന്നത്. ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. യാക്കോബിന്റെ ശുശ്രൂഷ അവസാനിച്ചതുകൊണ്ട് അവനെ ദൈവം തന്റെ അടുക്കിലേക്ക് എടുക്കുവാൻ തീരുമാനമെടുത്തത് ഹല്ലേലൂയ ശത്രുക്കളുടെ വാളിന് ഇരയായി തീർന്നത് തെറ്റാണെങ്കിൽ ഇവിടെ ഇതാ ഒരുവനെ വലിയ അത്ഭുതകരമായ നിലയിൽ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, ഒരുത്തൻ വാളുകൊണ്ട് മരിച്ചെങ്കിൽ ഒരുത്തനെ കൊല്ലാൻ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് സാധിച്ചെങ്കിൽ അപ്പോൾ തന്നെ പ്രാർത്ഥന മുറിയിൽ എത്തി ഞാനാകുന്നു എന്ന് പറയത്തക്ക നിലയിൽ പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവിക വ്യാപാര ശക്തി, ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ഇന്നും ഉണ്ടെന്ന് അറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ സ്വപ്നം കാണുന്നവനെ പോലെ 1-ാം കാവലും 2-ാം കാവലും ഹല്ലേലൂയ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ 3-ാം കാവൽ അവന് സ്വതവേ തുറന്നു. നമുക്കെതിരായി ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടോ? ഹല്ലേലൂയ. തുറന്നു തരുവാൻ നാം അറിയാതെ തന്നെ നമുക്ക് വേണ്ടി തുറന്നു ലഭിപ്പാൻ ദൈവം ുമെന്ന് വിശ്വസിക്കുന്ന ദൈവഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ അനുഭവം നമുക്കറിയാം. അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസ് ചെന്ന് ആ വീട്ടിൽ ചെന്ന് മുട്ടി. ഹല്ലേലൂയ. അവൻ സംസാരിച്ചു. ബാല്യക്കാലത്തേക്ക് മനസ്സിലായി ഇത് പത്രോസിന്റെ ശബ്ദമാണ്. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നു അത് പത്രോസ് ആയിരിക്കാൻ സാധ്യതയില്ല, അവന് ആരെങ്കിലും ആയിരിക്കും. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മറുപടി ലഭിക്കുമ്പോൾ അതുവിധം പറഞ്ഞ് ഹല്ലേലൂയ സമയം കളയുന്നവരായി തീരുകയാണ്. എന്നാൽ പത്രോസ് അകത്തി എന്ന് ആംഗ്യം കാട്ടിയിട്ട് പറഞ്ഞു, എന്നെ ദൈവം വിടുവിച്ചു. ഈ ദിവസങ്ങളിൽ അനേകരെ ദൈവം വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവര്, ഹല്ലേലൂയ, അതുപോലെ തന്നെ ഓരോ മാർക്കറ്റുകളിൽ ഭീതി ജനിപ്പിക്കുന്നവര്, ദേശത്ത് ശത്രുതകൾ
ഹല്ലേലൂയ വർദ്ധിപ്പിച്ചവര് ഒക്കെ യേശുവിന്റെ സാക്ഷികളാകുന്നു. അതിന്റെ പിൻപിലുള്ള രഹസ്യം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്, അണിയറയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. നേപ്പാളെന്നോ ഭൂട്ടാനെന്നോ രാജസ്ഥാനെന്നോ അവിടെ ആരൊക്കെയാ ജീവിക്കുന്നെന്നോ അറിയാതെ ഇരുന്ന നമ്മുടെ അമ്മച്ചിമാര് കേരളക്കരയിൽ ഇരുന്നു കൊണ്ട് കർത്താവേ നേപ്പാളിലുള്ള ജനത്തെ രക്ഷിക്കണമേ, ഭൂട്ടാനിലുള്ള ജനത്തെ രക്ഷിക്കണമേ എന്ന വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് ഞങ്ങളൊക്കെ ഈ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ നേപ്പാളികളായിട്ടുള്ള ദൈവദാസന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അനേക ദൈവമക്കളുണ്ട്. അന്ന് അവര് പ്രാർത്ഥിച്ചു, അവര് മണ്ണോട് മണ്ണ് ചേർന്ന് പോയി. എന്നാൽ ഇന്ന് അതിന്റെ ഫലം കൊയ്തെടുക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, ഹല്ലേലൂയ, നാം ഇന്ന് പ്രാർത്ഥിച്ച് നാം മണ്ണോട് മണ്ണ് ചേർന്ന് പോയാൽ ഹല്ലേലൂയ ദൈവ നമ്മുടെ ശബ്ദം ഈ ഭൂമിയിൽ ഹല്ലേലൂയ മണ്ണിൽ അലിഞ്ഞു പോകത്തില്ല. നമ്മുടെ കണ്ണുനീര് ഈ ഭൂമി കുടിച്ചു കളയില്ല. അത് യഹോവയുടെ തുരുത്തിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തുരുത്തിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന കണ്ണുനീരിന് അനുസരണമായി മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ കരത്തിന്റെ പ്രദർശനം ഈ ദിവസങ്ങളിൽ കാണുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഓരോ ഇന്ത്യയുടെ ഓരോ സ്ഥലങ്ങളിലും പോയിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചിട്ടുണ്ട്. വലിയ വ്യത്യാസം ഈ തലമുറയിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ പ്രതികൂലമാണ് നമ്മെ ധീരതയുള്ളവരാക്കി തീർക്കുന്നത്. പ്രതികൂലമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുവാൻ ഇടയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് പ്രതികൂലങ്ങൾ മാറിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ കാലയളവിൽ അധികം പ്രാർത്ഥനയോടുകൂടെ, അധികം ധീരതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ഹല്ലേലൂയ നാം ആയിരിക്കുന്ന മണ്ഡലം ചിലപ്പോൾ നമുക്ക് സാഹചര്യങ്ങളെല്ലാം എതിരായി തോന്നുന്ന അനുഭവമായിരിക്കാം. എന്നാൽ എതിരുകളെ വകവയ്ക്കാതെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കരുത്ത് നൽകുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃഭൃത്യൻ വർഗീസ് ബേബിയോടും കുടുംബത്തോടും ഈ ഹല്ലേലൂയ DPM മീറ്റിംഗിലുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ അനുഗ്രഹീതമായ സന്ദേശം നമ്മളെ കേൾപ്പിച്ചത് ഓർത്ത് നമ്മുടെ വിശുദ്ധകരങ്ങളിൽ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. പ്രാർത്ഥിക്കുന്നവൻ മരിച്ചുപോയാലും പ്രാർത്ഥന മരിക്കുന്നില്ല. പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. പാസ്റ്റർ ബിനോയ് വർഗീസ് പ്രാർത്ഥിക്കുകയും ജോൺസ് കരിയാച്ചായന്